100 മീറ്റർ സബ് ജൂനിയറിൽ വേഗറാണിയായത് ഇടുക്കിക്കാരിയാണ് ദേവപ്രിയ ഷൈബുവാണ്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയം? എന്താ നോക്കിക്കാണുന്നത്? സന്തോഷമുണ്ടായിരുന്നു, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നുണ്ടായിരുന്നോ? വലിയ പ്രതീക്ഷയില്ലായിരുന്നു. സാറ് പറഞ്ഞെന്നാലും റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന്. 27 റെക്കോർഡാണത്, കണ്ണൂർക്കാരി ഇട്ട റെക്കോർഡ്. അങ്ങനെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അത് ഞാൻ മുൻപ് ഈ റെക്കോർഡിനെ പറ്റിയൊക്കെ അറിയാമായിരുന്നല്ലോ അല്ലേ? സാറ് പറഞ്ഞായിരുന്നു. ഒരുപാട് പ്രതിസന്ധി കൂടാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് സാർ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ ഇപ്പോഴത്തെ ഈ വിജയത്തിനാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ? ഇതൊരു മികച്ച വേഗതയായിരുന്നോ? ആയിരുന്നു, നന്നായിട്ട് ഓടാൻ പറ്റി. കടന്നു പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ഈ വർഷം റവന്യൂ ജില്ലാ കായികമേളയിൽ തന്നെ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന പ്രകടനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ മുതൽ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ ആ സെക്കൻഡ് വന്ന കുട്ടി നല്ല ഫൈറ്റ് കൊടുത്തു, അതുകൊണ്ടാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് വരുമെങ്കിൽ പോലും ആ സെക്കൻഡ് വന്ന കുട്ടിയുടെ നല്ല ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഒരു മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ പോലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത്രയും പഴക്കമുള്ള ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതൊരു മികച്ച റെക്കോർഡായിരുന്നു തോന്നുന്നു, 12.69. അതെ, എനിക്ക് തോന്നുന്നു സബ് ജൂനിയറിൽ ഇതുവരെ ഓടിയതിൽ ഏറ്റവും മികച്ച സമയമാണ് ഇതുവരെ വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ ഒരു 13 ദശാംശത്തിലാണ് ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം സെക്കൻഡ് വന്ന കുട്ടിയും നല്ല ടൈമിലേക്ക് ഓടി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. അത് അന്ന് ഇത് ഇലക്ട്രോണിക്സിലെ ടൈമാണ്, അപ്പോൾ ഏറ്റവും നല്ല സമയം തന്നെയാണ് വരുന്നത്. ഒരുപാട് പ്രതിബന്ധങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ട് ഈ ഒരു ഘട്ടം വരെ എത്തിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ഇവർ തീരെ സാധാരണ ഫാമിലി എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ താഴെ നിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയതാണ്. പക്ഷേ സ്ഥലം സ്വന്തമായിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായി. അപ്പം ഈ പ്രാവശ്യം നമ്മൾ അതും കൂടെ കണ്ടെത്താൻ അവിടുത്തെ നാട്ടുകാർ സഹായിക്കും. എല്ലാവരും അവസരങ്ങൾ വരുമ്പോഴാണല്ലോ ഈ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ കഴിയുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ആ പ്രതിസന്ധി അവസാനിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മക്കളെ സഹായിക്കാൻ സുമനസ്സുകൾ മുന്നോട്ട് വരും തന്നെ ഞാൻ കരുതുന്നു. ഉറപ്പായിട്ടും ഇനിയും ദേവപ്രിയയ്ക്ക് ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. എല്ലാവിധ ആശംസകളും. വരും ഭാവിയിലും ഒരുപാട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ, റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ലോകതലത്തിലേക്ക് തന്നെ നീങ്ങാൻ സാധിക്കട്ടെ. താങ്ക് യു.